ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ലൊരു സ്നാക്കാണ്. ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഉഗ്രൻ സ്നാക്കാണ്. ഇത് കുറഞ്ഞ സാധനം കൊണ്ട് കൂടുതൽ സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും. പാർട്ടിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഇവിടെ ഒരു മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് അത് ഇട്ടുകൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കൊറിയാൻഡർ പൗഡർ, അതായത് നമ്മുടെ മല്ലി ഞാനിത് പച്ചമല്ലി തന്നെ ഒന്ന് വറുത്ത് പൊടിച്ചെടുത്തതാണ്. അതും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതും കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ മസാലയെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ അതെല്ലാം നന്നായി വഴറ്റിയ ശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് നല്ല ട്രാൻസ്പെറൻ്റ് ആവുന്നവരെ വഴറ്റിയെടുക്കണം. ഇനി ഈ സവാളയിലേക്ക് കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് സോൾട്ടാണ് ഇവിടെ ചേർക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണണേ. അപ്പോൾ ഈ ഒരു മസാല നല്ല ടേസ്റ്റാണ്, ഇതുപോലെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അത് നല്ല ഉപ്പെല്ലാം ഇട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിൽ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്തിട്ടുള്ളത്. അതെല്ലാം കൂടി ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ എരിവ് കുറച്ച് കൂടുതലുണ്ട്. നമ്മൾ ഇതൊക്കെ മിക്സായിട്ട് വരുമ്പോൾ ആ ഒരു എരിവ് നല്ല ബാലൻസ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നന്നായി മിക്സാക്കിയ ശേഷം ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീര്, ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഇതിൽ ചേർക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ വേവിച്ച് ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ചെറുതായി കട്ട് ചെയ്യാം. എന്നിട്ട് ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് നന്നായി മിക്സാക്കിയ ശേഷം നമുക്ക് ഈ ഒരു എരിവ് അധികമായിട്ട് വരില്ല, കറക്റ്റായിരിക്കും ആ ഒരു എരിവ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് ചാട്ട് മസാലയാണ് കേട്ടോ. 1 ടീസ്പൂൺ ചാട്ട് മസാല ചേർത്തിട്ടുണ്ട്. ചാട്ട് മസാല ഇല്ലെങ്കിൽ ചന മസാല ചേർത്താലും മതി. അതും കൂട്ടി മിക്സാക്കിയ ശേഷം കുറേ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലോണം മല്ലിയിലയും കൂടി ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു മസാല കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഉടഞ്ഞ പരുവത്തിലാണ് നമുക്ക് ഇത് വേണ്ടത്. അപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് കറക്റ്റായിട്ട് ആ വേവ് കറക്റ്റായിട്ടുണ്ടാവണം. ഇനി നമുക്ക് ആവശ്യം ബ്രെഡാണ്. അപ്പോൾ ബ്രെഡിൻ്റെ 4 സൈഡും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ഈ ഒരു ഭാഗമെല്ലാം ആവശ്യമുണ്ട്, അപ്പോൾ അത് മാറ്റി വെക്കാം. ഇനി ഈ ഒരു ബ്രെഡിനെ നമുക്ക് നല്ലോണം പരത്തിയെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ ഒന്നിച്ച് വെച്ചിട്ട് എല്ലാം ഒന്നിച്ച് വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ നമുക്ക് നല്ലൊരു തിന്നായിട്ട് കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ ചെയ്യലാണ്. അപ്പോൾ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ ഇതുപോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഉള്ള സംശയം ഇതുപോലെ ചെയ്യുമ്പോൾ പൊട്ടിപ്പോകുന്നതെന്നുള്ള പറഞ്ഞ് കമൻസിലൂടെയും പേഴ്സണൽ മെസ്സേജും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ ബ്രെഡ് നല്ല ബ്രെഡായിരിക്കണം. പിന്നെ മിൽക്ക് ബ്രെഡ് എടുക്കാതിരിക്കുക. മിൽക്ക് ബ്രെഡിലും പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിപ്പോകും. പിന്നെ ആവിയിൽ വേവിച്ചെടുത്താലും നമുക്ക് ഇതുപോലെ നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാൻ പറ്റും. പിന്നെ ഒന്നിച്ച് പരത്തിയെടുക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് അതങ്ങനെ നോക്കേണ്ടി വരും, അത് എനിക്കറിയില്ല. പിന്നെ ഞാൻ ഇത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ പരത്തിയെടുത്താലും മതി കേട്ടോ. പിന്നെ ഒന്നിച്ച് പരത്തുന്ന സമയത്ത് നമുക്ക് നല്ല തിന്നായിട്ട് കിട്ടും, അതുകൊണ്ടാണ് കേട്ടോ ഒന്നിച്ച് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇതാ ബ്രെഡെല്ലാം നല്ലോണം പരത്തിയെടുക്കണം. കഴിയുന്നത്രയും നല്ലോണം തിന്നാക്കിയിട്ട് തന്നെ പരത്തിയെടുക്കണം കേട്ടോ. നമുക്ക് ഈ ഒരു സ്നാക്കിലേക്കും നല്ലോണം തിന്നായിട്ടാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്രയൊക്കെ പരത്തിയിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് മൈദ ഒന്ന് വെള്ളത്തിൽ മിക്സാക്കിയിട്ട് വെക്കാം. നമുക്കത് സൈഡെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളെ മസാല എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നല്ലൊരു ഇൻട്രസ്റ്റാണ് കേട്ടോ. അത് ബ്രെഡിലിങ്ങനെ വെച്ച് പരത്തിയെടുത്ത് അതിലേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ക്രിയേറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിതാ ഈ ഒരു ബ്രെഡിൻ്റെ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് ഇങ്ങനെ മസാല വെച്ച് കൊടുത്ത് നല്ല പ്രസ് ചെയ്തിട്ട് മസാല വെക്കണം കേട്ടോ. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് വെക്കുന്നില്ല, പകുതി വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗത്ത് മൈദ പേസ്റ്റ് തേച്ച് കൊടുത്ത് ഈ ഒരു ബ്രെഡ് ഷീറ്റ് അവിടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇനി നമ്മൾ ഇതൊന്ന് ചുറ്റിച്ചെടുക്കണം. നമ്മൾ ഈ ഒരു ഭാഗം മസാല ഇട്ട ഭാഗം നന്നായി ടൈറ്റായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി ഈ ഒരു ഭാഗത്തും നമ്മുടെ ഈ ഒരു മസാല ഇതുപോലെ തേച്ച് കൊടുക്കാം.
അപ്പോൾ മസാല വെക്കുമ്പോൾ കുറഞ്ഞു പോരുത്, കുറച്ച് കട്ടിയിൽ തന്നെ വെക്കണം. പിന്നെ ഈ ഒരു മസാല ഒന്ന് ഒട്ടുന്ന വിധത്തിലല്ല, ഉടഞ്ഞ് വരുന്ന വിധത്തിലാണ് മസാല വേണ്ടത്. അപ്പോഴാണ് അത് നല്ല രീതിയിൽ അവിടെ ഒട്ടി നിൽക്കുക. പിന്നെ അത് നല്ല ടൈറ്റിൽ ചുറ്റിയ ശേഷം നമുക്ക് ഈ ഒരു സൈഡും കൂടി മൈദക്കൂട്ടി ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിരിച്ചു കൊടുത്ത് അതൊന്ന് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ മസാലയൊക്കെ ഇതുപോലെ ഫില്ല് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നല്ല എളുപ്പമാണ്, ഒരുപാട് പണിയൊന്നുമില്ല. നമുക്ക് ബ്രെഡ് ഇതുപോലെ പരത്തി എടുത്തു കഴിഞ്ഞാൽ മസാലയുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ സ്നാക്കെല്ലാം ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മസാല ഇടുമ്പോൾ ബ്രെഡിൻ്റെ സൈഡിലേക്കൊക്കെ ഇടണം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകും. നമുക്ക് എല്ലാ ഭാഗത്തും കിട്ടണം മസാല. പിന്നെ 2 മുട്ട ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഓരോ സ്നാക്ക് എടുത്ത് ഇതുപോലെ കട്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഓരോന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുന്ന സമയത്ത് നല്ലോണം തെളുപ്പാക്കി കട്ട് ചെയ്യേണ്ട, കുറച്ച് കട്ടിയിൽ തന്നെയാണ് കട്ട് ചെയ്യേണ്ടത്. തെളുപ്പാക്കി കഴിഞ്ഞാൽ നമ്മുടെ മസാലയിലും പുറത്തുണ്ടാവും. ഇനി കട്ട് ചെയ്ത ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്ത്, അതായത് ഫ്രണ്ടിലുള്ള മാത്രം അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അത് ഒന്ന് പൊന്തി നിന്നിട്ടുണ്ടാവും അതിൻ്റെ മസാല മാത്രം. ബാക്കിയുള്ളതൊക്കെ നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് ആ ഒരു ലെവലിൽ കറക്റ്റ് കിട്ടും. 2 സൈഡ് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് കൈയോടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്കെല്ലാം ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ. ഇത് നല്ല സോഫ്റ്റാണ് കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നല്ലൊരു സോഫ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി നമ്മൾ ഈ ഓരോരോ സ്നാക്ക് എടുത്ത് നമ്മുടെ മുട്ടയുടെ ഈ ഫ്രണ്ട് മുട്ടയിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യുക. അപ്പോൾ ഫുള്ളായിട്ട് ഡിപ്പ് ചെയ്യുന്നില്ല, ഈ സ്നാക്കിൻ്റെ ഫ്രണ്ട് ഭാഗവും 2 സൈഡും ഡിപ്പ് ചെയ്തിട്ട് ആ ഒരു ഭാഗം നമ്മുടെ ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് എല്ലാം മാറ്റി വെക്കാം. സാധാരണ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു മുട്ടയിലേക്ക് മുക്കിയെടുത്തിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഒരുപാട് ഓയിൽ പിടിക്കും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ ഓയിൽ വേണ്ട, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാ സ്നാക്കും ഇതുപോലെ 2 സൈഡും ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കൂടുതൽ എണ്ണയും വേണ്ട, വളരെ കുറച്ച് എണ്ണയിലാണ് നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് 2 സൈഡ് മാത്രമായിട്ടാണ് നമ്മൾ ഇത് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് 2 സൈഡും നല്ല ഗോൾഡൻ കളറാണ് അവർ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നമ്മൾ ബ്രെഡ് കൊണ്ട് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ ഒരു നല്ല ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല മസാലയൊക്കെ നിറഞ്ഞ് ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു സോസും കൂടി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് ഈ ഒരു സ്നാക്കിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് കൂടുതൽ സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും. 40 പീസോളം എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാർട്ടിക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടത്. അപ്പോൾ സോസിന് വേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലോട്ട് കുറച്ച് തൈര് ഇട്ട് കൊടുത്ത് അതിലേക്ക് പുതിന ഇലയും മല്ലി ഇലയും ഇട്ട് ഒരു പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്താൽ നമ്മുടെ സോസ് ഇവിടെ റെഡിയായി. ഈ ഒരു സോസും റെഡിയാവും. പിന്നെ നമ്മുടെ തേങ്ങ ചട്നിയും കൂടി ഉണ്ടാക്കി വെച്ചാൽ അതും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. ബ്രെഡ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല റെസിപ്പിയാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്ക്, ഒരുപാട് ഓയിലൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി അടുത്തത് ബ്രെഡ് കൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ അതിനായിട്ട് മുട്ട എടുത്തിട്ടുണ്ട്, മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് എരിവിനായിട്ട് പച്ചമുളകാണ് എടുക്കുന്നത്. കുറച്ച് എരിവുണ്ടെങ്കിൽ ഈ ഒരു സ്നാക്കിന് ടേസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ട് എരിവ് കുറയ്ക്കണ്ട. നല്ലോണം എരിവുള്ള 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടിയോളം മല്ലിയിലയും പിന്നെ ഒരു സവാളയും എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നന്നായി അടിച്ചെടുത്തതിന് ശേഷം ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യം ബ്രെഡാണ്. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതൊന്ന് പൊടിച്ച് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് ബ്രെഡ് പൊടിച്ച് സൈഡൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
ഇനി നമ്മുടെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിതാ 3 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് ലെവലാക്കി വെച്ചതിന് ശേഷം നമുക്കിതിൽ നിന്ന് ഒരെണ്ണം എടുക്കാം. ഒരെണ്ണം എടുത്തിട്ട് ഈ ഒരു മസാലയിൽ ഒന്ന് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത ശേഷം നമുക്ക് ഇതിൻ്റെ നടുവിലായിട്ട് വെച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ബ്രെഡിൻ്റെ നടുവിലായിട്ട് ഇങ്ങനെ ഇതുപോലെ വെച്ചതിന് ശേഷം മറ്റ് 2 സൈഡിലുള്ള ബ്രെഡ് ഇതുപോലെ വെച്ച് വെക്കുക. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു സാൻഡ്വിച്ചൊക്കെ പോലെയുണ്ട്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ വേറെ തന്നെ ആ ഒരു മസാലേൻ്റെ ഒക്കെ ടേസ്റ്റ് വരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇതുപോലെ ലെവലാക്കി എടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിത് 4 പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് നമ്മുടെ ഈ ഒരു മസാലയിലേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് എല്ലാ ഭാഗത്തെ ആക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിലും കൂടി ആക്കി കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഇതിലുപയോഗിച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം എല്ലാവരും വീട്ടിലുണ്ടാവുന്നത് തന്നെയാണ്. അപ്പോൾ അത്ര ഈസി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ നിങ്ങൾക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ സ്നാക്കും റെഡിയാക്കിയെടുക്കാം. ഇതുപോലെ എല്ലാം കവർ ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലും ഒന്ന് കവർ ചെയ്തതിന് ശേഷം നമ്മുടെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരുപാട് ഫ്ലെയിം കൂട്ടിയാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു ഭാഗം നല്ല ക്രിസ്പിയും ഗോൾഡൻ കളറും ആകുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫില്ലിങ്ങിനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഫില്ലിങ് ഇല്ലാതെയാണ് ഇവിടെ ഉണ്ടാക്കിയത്. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ചീസെല്ലാം ഇട്ടിട്ട് ഒരു ചെറിയൊരു ഫില്ലിങ്ങെല്ലാം വെച്ച് കൊടുക്കാം കേട്ടോ. ഫില്ലിങ്ങിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ ഒരു രീതിയിൽ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള സ്നാക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു പച്ച ചട്നിയൊക്കെ വെച്ചതുപോലെ ഉണ്ടാവും. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് നമുക്ക് പ്ലേറ്റ് നിറയെ സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കൂട്ടുകാരെ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.